ഹായ് സുഹൃത്തുക്കളെ, RRB ജൂനിയർ എഞ്ചിനീയർ, RRB കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് CMA നോട്ടിഫിക്കേഷനുകൾ ഔട്ടായിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അവസരമാണ്. വേരിയസ് വിവിധ RRBകളുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി. അതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ RRBകളാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് കാണാം. അതിനു മുന്നേ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് RRB JE മെക്കാനിക്കൽ, അതുപോലെ തന്നെ RRB JE സിവില്, അതുപോലെ തന്നെ RRB CMA, RRB CBT1 കോമൺ ആണ്. RRB CBT1 കോമൺ ആണ്. അതിന് വേണ്ടിയിട്ടും I+ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തവണത്തെ RRB JE 2025 നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റ്, ആപ്ലിക്കേഷന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31/10/2025, അതായത് ഒക്ടോബർ 31 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് വെബ്സൈറ്റിൽ ഒക്ടോബർ 31 ഈ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നത്, ഐ മീൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്ന് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? 30/11 നവംബർ 30 വരെ, 2025 നവംബർ 30 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ പരീക്ഷ എന്ന് വരും. പരീക്ഷ അധികം വൈകാറില്ല, മിക്കവാറും ജനുവരിയിൽ തന്നെ, 2026 ജനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഈ പറഞ്ഞ CBT1 നടക്കും. CBT1 പാസ്സാവുന്നവരാണ് CBT2 എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ CBT1 നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒക്ടോബർ 31 മുതൽ നവംബർ 30 വരെ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പേയ്മെന്റ് അടയ്ക്കുന്ന കാര്യങ്ങൾ മറ്റുമൊക്കെയാണ് പിന്നീട് പറയുന്നത്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എത്ര ആണ് വരുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. കഴിഞ്ഞ തവണത്തേക്ക് ഏജ് ലിമിറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ ഏതൊക്കെ പോസ്റ്റുകളാ? ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ JE ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്പറന്റ്, അതായത് DMS, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് CMA, ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 35,400 ആണ് ഇനിഷ്യൽ ബേസിക് പേ എന്ന് പറയുന്നത്. ലെവൽ 6 പേ സ്കെയിൽ ആണ് കേന്ദ്ര സർക്കാരിലെ. 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 33 വയസ്സ് വരെയുള്ളവർക്ക് ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്, എല്ലാ പരീക്ഷകളും JE ആണെങ്കിലും CMA ആണെങ്കിലും 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന സ്ലൈഡുകളിലായിട്ട് നമുക്ക് കാണാം. ടോട്ടൽ വേക്കൻസികൾ എല്ലാ RRBകളൂടെ ചേർത്ത് 2500-ലേറെ വേക്കൻസികൾ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു RRBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിലധികം RRBയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കരുത്. എന്താണ് RRB? റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് RRB ഉണ്ട്, ചെന്നൈയിൽ RRB ഉണ്ട്, ബാംഗ്ലൂരിൽ RRB ഉണ്ട്, മുംബൈയിൽ RRB ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള RRBകൾ. ടോട്ടൽ 21 RRBകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു RRBയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ലോവർ ഏജ് ലിമിറ്റ് 2008 മുൻപ് ജനിച്ചവരായിരിക്കണം. അപ്പർ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, അൺറിസേർവ്ഡ്, അതായത് ജനറൽ കാറ്റഗറിയോ EWSO ആണെങ്കിൽ 2/1/1993 അതിനുശേഷം ജനിച്ചവരായിരിക്കണം. ഒന്നുകിൽ ആ ഡേറ്റ് അല്ലെങ്കിൽ അതിനുശേഷം ജനിച്ചവരായിരിക്കണം. OBC NCL കാറ്റഗറി പെടുന്നവരാണെങ്കിൽ 1990 ജനുവരി 2 ശേഷം ജനിച്ചവരായിരിക്കണം. SC ST ആണെങ്കിൽ 1988 ജനുവരി 2 ശേഷം ജനിച്ചവരായിരിക്കണം. അപ്പൊ ഇതാണ് എക്സാക്ട് ആയിട്ടുള്ള ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല വേക്കൻസികളൊക്കെ ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ CBT1 സിലബസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, CBT1 ഉണ്ട്, CBT2 ഉണ്ട്, 1 and 2, CBT1 and 2. അപ്പൊ CBT1 പാസ്സായെങ്കിൽ മാത്രമേ എന്ത് എഴുതാൻ സാധിക്കുള്ളൂ? CBT2 നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. CBT1 എന്ന് പറയുന്നത് കോമൺ ആണ്. എല്ലാ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ എല്ലാ ബ്രാഞ്ചിലേക്കും ഒരേ CBT1 തന്നെ നടക്കുന്നത്. പക്ഷെ സെപ്പറേറ്റ് കട്ട് ഓഫുകൾ ഉണ്ടാവും CBT2ലേക്ക്. അപ്പോൾ CBT1 സിലബസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് 30 മാർക്കിനുള്ള ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ആദ്യത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. രണ്ടാമത്തത് റീസണിങ് ആണ്. 25 ചോദ്യങ്ങൾ, 25 മാർക്കാണ് റീസണിങ്ങിനുള്ളത്. ജനറൽ അവയർനെസ്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. 15 ചോദ്യങ്ങൾ, 15 മാർക്ക്. ജനറൽ സയൻസ്, ഇതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെല്ലാം വരും. അതിന്റെ ഒരു 10ാം ക്ലാസ് ലെവല് അല്ലെങ്കിൽ മാക്സിമം +2 ലെവൽ, 10ാം ക്ലാസ് ലെവൽ പഠിച്ചാൽ തന്നെ മതിയാകും. 30 മാർക്കാണ് ജനറൽ സയൻസിലുള്ളത്. അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്. 30 ചോദ്യങ്ങൾ വരും. ടോട്ടൽ എത്രയാണ്? 100 മാർക്കാണ് CBT1 100 മാർക്കാണ്. സമയം എത്രയാണ്? 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്.
ടോട്ടൽ 100 മാർക്കുണ്ട്. അപ്പോൾ 90 മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ മാത്തമാറ്റിക്സിന്റെ 30+25 മാത്തമാറ്റിക്സ് റീസണിങ് കൂടെ 55 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ സ്പീഡാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. സ്പീഡിൽ ചെയ്യാനായിട്ട് പഠിക്കുക. 90 മിനിറ്റേ ഉള്ളൂ. 100 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 1/3 മാർക്ക് നെഗറ്റീവ് ആണ്. അതായത് 0.33 മാർക്ക് നെഗറ്റീവ് ആണ്. 1 മാർക്ക് കിട്ടിയാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ 0.33 മാർക്ക് പോകും. ഇതാണ് CBT 1ന്റെ സിലബസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് മുതൽ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പുറമെ CBT 2-ലാണ് ഇതിലൊന്നും നിങ്ങളുടെ സബ്ജക്ട് ഉണ്ടാവില്ല. ഇപ്പൊ സിവിലുകാരാണെങ്കിൽ സിവിലിന്റെ സബ്ജക്ട് ഇതിലില്ല, മെക്കാനിക്കലുകാരാണ് മെക്കാനിക്കൽ സബ്ജക്ട് ഇതില്ല, ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ചവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിൽ പഠിക്കാനില്ല. CBT 1-ലില്ല. പക്ഷെ അത് എവിടെ വരുന്നത്? CBT 2-ലാണ് വരുന്നത്. അപ്പൊ CBT 2-ന്റെ സിലബസ് ശ്രദ്ധിക്കുക. CBT 2 ആകെ 150 മാർക്കിനാണ്. 150 മാർക്കാണ്. ഇതിലെ 100 മാർക്കും ടെക്നിക്കൽ എബിലിറ്റീസ് ആണ്. 150-ല് 100 മാർക്കും ടെക്നിക്കൽ എബിലിറ്റീസ്. എന്താണ് ടെക്നിക്കൽ എബിലിറ്റീസ്? നമ്മുടെ സബ്ജക്റ്റ് ആണ് ടെക്നിക്കൽ എബിലിറ്റീസ്. ഇപ്പൊ സിവിലുകാരാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സിവിലാണ് 100 മാർക്കിന് ചോദിക്കുക, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ ചോദിക്കും, ഇലക്ട്രിക്കൽ ആണ് ഇലക്ട്രിക്കലിന് 100 മാർക്ക് ചോദിക്കും. ഫിസിക്സ് CMA ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫിസിക്സിന്റെ 50 ചോദ്യങ്ങളും കെമിസ്ട്രിയുടെ 50 ചോദ്യങ്ങളും ഈ ടെക്നിക്കൽ എബിലിറ്റീസിൽ ഉണ്ടാവും. അങ്ങനെയാണ് 100 മാർക്ക് അവിടെ വരുന്നത്. പിന്നീടുള്ള 50 മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ CBT 1-ന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ബയോളജി ഇവിടെ ഇല്ല. CBT 2-ല് ബയോളജി ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ് 10 മാർക്ക്. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്ക്. അങ്ങനെയാണ് 150 മാർക്ക് ടോട്ടൽ വരുന്നത്. ടോട്ടൽ 150 മാർക്ക്. CBT 2-ന്റെ ടൈമിങ് 2 മണിക്കൂറാണ്, അല്ലെങ്കിൽ 120 മിനിറ്റ് ആണ്. നെഗറ്റീവ് മാർക്ക് കൊണ്ട് 1/3 മാർക്ക് നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CBT 1 ജയിച്ച ശേഷം CBT 2-ന്റെ ഇടയിൽ കഴിഞ്ഞ തവണയൊക്കെ 1 മാസം 1.5 മാസമൊക്കെ ഗ്യാപ്പ് ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനുശേഷം ഈ ടെക്നിക്കൽ എബിലിറ്റീസ് ഒക്കെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല. നിങ്ങൾ CBT 1 പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ടെക്നിക്കൽ എബിലിറ്റീസിനും സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സബ്ജക്റ്റിനും സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കുക. ഒരെണ്ണം ജയിച്ച ശേഷം അടുത്തത് പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയം കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇനി ഇത് ഏത് ഗ്രൂപ്പാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ? നിങ്ങൾ ഓരോ RRBയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു RRBയിലായിരിക്കും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ള ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് തെളിഞ്ഞു വരും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പരീക്ഷാ പേപ്പർ ഏതാണെന്നുള്ളത് ഇവിടെ കാണാം. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ? അതും ഇവിടെ ഉണ്ട്. ഒന്നുകിൽ 3 ഇയർ ഡിപ്ലോമ, അതായത് പോളിടെക്നിക് RRB JEE-ക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ ഉണ്ടാവണം, 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടാവണം. അല്ലെങ്കിൽ ബിടെക് ഉണ്ടാവണം, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. അതായത് ഒന്നുകിൽ ബിടെക് ഉണ്ടാവണം അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടാവണം. ഇതുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ മെക്കാനിക്കലിലോ പ്രൊഡക്ഷനിലോ ഓട്ടോമൊബൈലിലോ മാനുഫാക്ചറിങ് മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ മെഷീനിങ് ടൂൾസ് ആൻഡ് മെഷീനിങ് ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് ഇതിലേക്ക് കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പേപ്പർ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്. അതേപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പേപ്പർ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് CBT 2-ന് ചോദിക്കുക. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, IT തുടങ്ങിയ സ്ട്രീമുകളൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പേപ്പറാണ് എഴുതേണ്ടി വരിക. അല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഏതെങ്കിലും കോമ്പിനേഷൻ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. ഇനി ഫിസിക്സ്, കെമിസ്ട്രി ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചവരാണെങ്കിൽ CMA എന്നുള്ള എക്സാം ഗ്രൂപ്പ് ആണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. നിങ്ങൾ അതിന് എലിജിബിൾ ആണ്. ഒന്നുകിൽ BSc ഡിഗ്രി മതി, BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ഫിസിക്സ് പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് CMA എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ അങ്ങനെയുള്ള കോമ്പിനേഷൻ. ഇനി ഏതൊക്കെയാണ് RRBകൾ? 21 RRB ഉണ്ട്. അഹമ്മദാബാദ്, ചണ്ഡീഗഡ്, മുംബൈ, അജ്മീർ, ചെന്നൈ, മുസാഫർപൂർ, പ്രയാഗ്രാജ്, ഗോരഖ്പൂർ, പാട്ന, ബംഗളൂരു, ഗുവാഹത്തി, റാഞ്ചി, ഭോപ്പാൽ, ജമ്മു, സെക്കന്ദരാബാദ്, ഭുവനേശ്വർ, കൊൽക്കത്ത, സിലിഗുരി, ബിലാസ്പൂർ, മാൾഡ, തിരുവനന്തപുരം. നമ്മുടെ അവിടെ തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു RRBയിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ നോട്ടിഫിക്കേഷനിലുള്ള സ്ക്രീൻഷോട്ടുകളായി വെച്ചിരിക്കുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻസ് എടുത്ത് വായിച്ച് നോക്കുക എന്നുള്ളത്. RRB JEE 2025 എന്നുള്ള നോട്ടിഫിക്കേഷൻ ഇതിൽ ഏത് RRBയുടെ വെബ്സൈറ്റിൽ ചെന്നാലും നിങ്ങൾക്ക് കിട്ടും. അത് വിശദമായിട്ട് വായിക്കുക. അതിന്റെ ഏറ്റവും അവസാനം വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേക്കൻസികൾ താരതമ്യം ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പൊ CMAക്ക് നോക്കുകയാണെങ്കിൽ, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വേക്കൻസി ഇല്ല. അതേസമയം ചെന്നൈയിൽ വേക്കൻസി ഉണ്ട്, ബാംഗ്ലൂരും വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂർ ടോട്ടൽ 13 വേക്കൻസികൾ CMAക്ക് വരുന്നുണ്ട്. അതുപോലെ അവരവരുടെ ഇപ്പൊ മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഏത് RRBയിലാണ്
വേക്കൻസികൾ ഉള്ളതെന്നുള്ളതും അതുപോലെ തന്നെ അടുത്തുള്ള RRB ഏതാണ് എന്നുള്ളതൊക്കെ നോക്കി വേണം ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും എടുത്തു വായിക്കുക. അപ്പൊ കൃത്യമായിട്ട് ഇതിന് അപ്ലൈ ചെയ്യുക. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ഫീസിൽ ഓഫറോട് കൂടി ഇപ്പൊ നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികൾ നയിക്കുന്ന ക്ലാസ്സുകൾ, നോട്ടുകൾ, PVQ ഡിസ്കഷൻസ് ഒക്കെ കോഴ്സിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ ലിങ്കുകളൊക്കെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഒരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങളെ കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.